ഇങ്ങനെയാണോ ഒരച്ഛൻ തൻ്റെ മക്കളെ പൂർണ്ണ സംരക്ഷണം കൊടുത്ത് വളർത്തുന്നത്? അതുപോലെ തന്നെയാണ് ഭഗവാൻ. ഭഗവാൻ ഈ സർവചരാചരങ്ങളുടെയും പിതാവാണ്. ഈ സർവചരാചരങ്ങളെയും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും എല്ലാം തന്നെ ഭഗവാൻ. ശക്തരാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾ, ആരുടെയും സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾ എപ്രകാരമാണോ ജന്മം നൽകി വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും തള്ളിപ്പറയുന്നത്, അതുപോലെ ഈ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ മനസ്സിലാക്കാത്ത വ്യക്തികൾ ഭഗവാനെ നിന്ദിക്കുകയും ഭഗവാന്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യകത ഇല്ല എന്നും പറയുന്നു. എന്നാൽ എപ്രകാരമാണോ മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന മക്കൾ വഴിതെറ്റി വിഷമിക്കേണ്ടി വരുന്നത്, അതുപോലെ കർമ്മബന്ധനങ്ങളിൽപ്പെട്ട് നാം വിഷമിക്കേണ്ടി വരും എന്നുള്ള സത്യാവസ്ഥയെ അവർ തിരിച്ചറിയുന്നില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ ഉയരങ്ങളിലേക്ക് എറിഞ്ഞും പിടിച്ചും കളിപ്പിക്കാറുണ്ട്. ആദ്യമായി ആ കളി കളിക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്നും വിട്ടുമാറി നിൽക്കുമ്പോൾ ആ ഒരു നിമിഷം ആ കുഞ്ഞിന് ഭയം തോന്നിയേക്കാം. എന്നാൽ എപ്പോഴാണോ താഴെ തന്നെ സംരക്ഷിക്കുവാൻ അച്ഛൻ്റെ കരങ്ങളുണ്ട്, തനിക്ക് യാതൊരു വിധത്തിലും പോറലേൽക്കില്ല എന്നുള്ള ആ സത്യത്തെ ആ കുഞ്ഞ് തിരിച്ചറിയുന്നത്, ആ നിമിഷം തൊട്ട് ആ കളി ആ കുഞ്ഞ് ആസ്വദിച്ചു തുടങ്ങും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ പിതാവിലുള്ള അച്ഛനിൽ ഉണ്ടാകുന്ന ആ വിശ്വാസമാണ്. അച്ഛൻ സംരക്ഷിച്ചുകൊള്ളും, തനിക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള അച്ഛനിലെ ഉറച്ച വിശ്വാസമാണ് പിന്നെ ആ കുഞ്ഞിനെ ആ കളി കൂടുതൽ ആസ്വദിച്ച് കളിക്കാൻ സന്നദ്ധമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭയം തോന്നുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടായേക്കാം. അപ്പോഴെല്ലാം ഭഗവാനിൽ ഉറച്ചു വിശ്വസിച്ച് ഒരു കുഞ്ഞിനെ എപ്രകാരമാണോ ഒരച്ഛൻ സംരക്ഷിക്കുന്നത്, അതുപോലെ നമ്മെ സംരക്ഷിക്കുവാൻ ഭഗവാൻ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. അത്തരത്തിലുള്ള പിതൃവാത്സല്യത്തിൻ്റെയും ദൃഢഭക്തിയുടെയും ഉത്തമ ഉദാഹരണമാണ് പ്രഹ്ലാദ് മഹാരാജിൻ്റെ ചരിതം. ജന്മം നൽകിയ പിതാവിനാൽ പലതരത്തിലും ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും ഭഗവാനാണ് പിതാവ് എന്ന് ഉറച്ചു വിശ്വസിച്ച് ഭഗവാനിൽ സ്വയം അർപ്പിച്ച് ജീവിച്ചു. ഈ സത്യത്തെ തിരിച്ചറിയുവാനും കൊള്ളുവാനും നമ്മൾക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധിക്കും ഒരു തരത്തിലും നമ്മളെ ഭയപ്പെടുത്തുവാനോ തളർത്തുവാനോ സാധിക്കുകയില്ല. എപ്രകാരമാണോ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ്റെ മടിത്തട്ടിൽ നമ്മൾ ഒന്നിനെയും ഭയക്കാതെ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി, ധൈര്യത്തോടു കൂടി ഇരുന്നിരുന്നത്, അതുപോലെ ഈ ലോകത്തിൽ സന്തോഷവും കണ്ടെത്താനും ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും.